ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഡെറാഡൂണിലെ വ്യവസായി അർജുൻ ശർമ്മയുടെ കൊലപാതകത്തിൽ അമ്മയടക്കം 5 പേർ അറസ്റ്റിൽ. അമ്മ ബീന ശർമ്മ, കൂട്ടാളികളായ വിനോദ് ഉനിയാൽ, അജയ് ഖന്ന എന്നിവരും 2 വാടക കൊലയാളികളുമാണ് പിടിയിലായത്. ഭൂമി തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുക. നോബിൾ, അമ്മയടക്കം 5 പേർ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൂഢാലോചന, ക്രൂരമായ ഗൂഢാലോചന നടന്നൊരു കൊലപാതകം, അതിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെ? മാധു, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഡെറാഡൂണിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കൊലപാതകം എന്ന് പറയുന്നത് വ്യവസായിയായിട്ടുള്ള അർജുൻ ശർമ്മയുടെ കൊലപാതകമാണ്. കഴിഞ്ഞ ദിവസം ടിബറ്റൻ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ ബൈക്കിൽ എത്തി 2 പേർ നിറയൊഴിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇതിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയത്. കാരണം ഒരു സമ്പന്നനായ വ്യവസായി കൂടിയാണ് ഈ പറഞ്ഞ അർജുൻ ശർമ്മ. പോലീസ് അതിൽ കൃത്യമായ അന്വേഷണം നടത്തി CCTV-കളടക്കം പരിശോധിച്ചു. അതിൽ നിന്ന് ഈ വാടക കൊലയാളികളായ 2 പേരെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. ഇതിൽ അവർ സഹോദരങ്ങളാണ്. രാജീവ് റാണ, പങ്കജ് റാണ എന്നീ 2 പേരാണ് ഈ കൃത്യം നിർവഹിച്ചത്. അവരെ പോലീസ് പിന്തുടർന്ന് പിന്നീട് പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ ഈ പ്രതികൾ പോലീസ് നേരെ വെടിവെച്ചു. തിരിച്ച് പോലീസും അവർക്ക് നേരെ വെടിവെച്ചു. പിന്നീട് അവരെ കാൽമുട്ടടക്കം പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രതികളെ പോലീസ് പിടിക്കുന്നത്. വിശദമായി തന്നെ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തേക്ക് വന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ അർജുൻ ശർമ്മയുടെ അമ്മ അടക്കം 3 പേർ കൂടി ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനു പിന്നാലെ 3 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അമ്മ ബീന ശർമ്മ, കൂട്ടാളിയായിട്ടുള്ള വിനോദ്, ഒപ്പം അജയ് ഖന്ന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ കാരണം എന്ന് പറയുന്നത് ഈ ബീനയുടെ പേരിൽ ഒരു 14 കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു. ഈ സ്വത്ത് അജയ് ഖന്ന എന്ന ഈ കൂട്ടാളിക്ക് ഇവർ വിൽക്കുകയും ചെയ്തു. അതിന് 8 കോടി രൂപ അഡ്വാൻസ് വാങ്ങി. പക്ഷേ ഇതിൽ മകൻ എതിർപ്പ് രേഖപ്പെടുത്തുകയും പിന്നീട് കോടതിയിൽ കേസ് നൽകുകയും ചെയ്തു. ഇതോടെ ഈ കേസ് സ്ഥലം വാങ്ങിയ അജയ് ഖന്ന വലിയ സമ്മർദ്ദം ഉണ്ടാക്കി ബീനയുടെ പണം തിരിച്ച് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ അമ്മയും കൂട്ടാളികളും ചേർന്നുകൊണ്ട് ഈ പറഞ്ഞ അർജുൻ ശർമ്മയെ വധിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. 14 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് വിവരമുള്ളത്. അതിൽ 3 ലക്ഷം രൂപ കൊലയാളികൾക്ക് അഡ്വാൻസായി നൽകുകയും ചെയ്തു. എന്താണെങ്കിലും കൃത്യം നിർവഹിച്ച് പ്രതികൾ രക്ഷപ്പെടുന്ന നിലയിലാണ് പോലീസ് പിടികൂടുന്നത്. അതിന് പിന്നാലെയാണ് അമ്മയടക്കമുള്ള 5 പേരെ പിടിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ക്രൂരമായ കൃത്യമാണ് അമ്മയുടെ അടക്കം ഭാഗത്ത് ഉണ്ടായത് എന്ന് വേണം നമുക്ക് വിലയിരുത്താനും. സ്വത്ത് തർക്കത്തെ തുടർന്ന് 14 കോടിയുടെ സ്വത്തിന് 14 ലക്ഷം 10% കൊടുത്തേക്കാം മകനെ കൊല്ലാൻ എന്നുള്ളൊരു നില സ്വീകരിക്കുകയാണ്. അമ്മയടക്കം 5 പേരാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.